ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. അപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഹൗ ഇറ്റ് ഒക്കേഴ്സ്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ നടക്കുന്ന ഡിഫ്യൂഷൻ വഴി, പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും വഴി ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് എങ്ങനെയാണ് വെള്ളം മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായത് ഒരു അറ്റത്ത് ഫ്ലവറുള്ള ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഒരു കൊമ്പ് എടുത്തിട്ട് നമ്മൾ അറ്റത്തൊരു വൈറ്റ് കളർ ഫ്ലവറുള്ള ആ കൊമ്പിനെ നമ്മൾ ഒരു കളർഫുൾ ആയിട്ടുള്ള വാട്ടറിനകത്ത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ വൈറ്റ് കളർ ഫ്ലവർ കളർഫുള്ളായിട്ട് മാറുന്ന കാണാം. എന്നിട്ട് നമ്മൾ ആ ഒരു കൊമ്പ് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെം മുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വഴിയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദർ ആർ വാസ്കുലാർ ബണ്ടിൽസ് പ്രസൻറ്റ് ഇൻ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടെന്നും ആ വാസ്കുലാർ ബണ്ടിൽസ് അതായത് സൈലം വഴിയാണ് വാട്ടർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ആ ഫ്ലവറിലേക്ക് വാട്ടർ മൂവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു പാത്ത് ഉണ്ട് അല്ലേ, അതല്ലാതെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പോയി അങ്ങനെയല്ല അതിൻ്റെ മൂവ്മെൻറ്റ്. ഒരു കുഴല് പോലെ ഒരു സാധനം അതിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡിഫ്യൂഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് കൊണ്ട് ഒരു വലിയ ഉയരമുള്ള ഒരു പ്ലാന്റിൻ്റെ മുകളിലേക്കൊന്നും വെള്ളം എത്തിക്കാൻ പറ്റില്ല. അവർക്ക് എങ്ങനെ വേണം, ഒരു പർട്ടിക്കുലർ പാത്വേ വേണം, ദറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വാസ്കുലാർ ബണ്ടിൽ സൈലം ത്രൂ വിച്ച് ദ വാട്ടർ ആൻഡ് മിനറൽസ് വിൽ ബി പാസ്ഡ്. അതേപോലെ തന്നെ ഫ്ലോയം എന്ന് പറയുന്ന ഒരു ടിഷ്യൂ വഴി, വാസ്കുലാർ ടിഷ്യൂ വഴിയാണ് എന്ത് മൂവ് ചെയ്യുന്ന ഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള അതായത് ഫുഡ്, ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് സോഴ്സിൽ നിന്ന് സിങ്കിലേക്ക് മൂവ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ വഴി മൂവ് ചെയ്താൽ ഒരുപാട് സമയം എടുക്കും നമുക്ക് മീറ്റർ കണക്കിന് നീളമുള്ള ഒരു പ്ലാന്റിൽ വാട്ടർ എത്തിക്കാൻ വേണ്ടി. നമുക്കറിയാം ആൻജിയോസ്പോമിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ 100 മീറ്റർ നീളമൊക്കെ ഉണ്ട് എന്തിൻ്റെ, യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്ന പ്ലാന്റിന്. അതുപോലെ സീക്കോയ എന്ന് പറയുന്ന പ്ലാന്റിന് 100 മേലെ മീറ്റർ നീളമുണ്ട്. അപ്പം അങ്ങനത്തെ തരത്തിലുള്ള പ്ലാന്റിലേക്കുള്ള അത്രയും മീറ്റർ ലെങ്ത്തിലേക്ക് വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ കേസിലുള്ള പമ്പിങ് മെക്കാനിസം അങ്ങനെയൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ഡിഫ്യൂഷൻ വഴിയാണ് പോകുന്നതെങ്കിൽ ഏകദേശം 2.5 സെക്കൻഡിൽ അത് 50 മൈക്രോമീറ്ററേ മൂവ് ചെയ്യുള്ളൂ. അതായത് 100 മൈക്രോമീറ്റർ മൂവ് ചെയ്യാൻ പോലും അതിന് 5 സെക്കൻഡ്സ് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ അതിന് വാട്ടർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 14 മണിക്കൂറോളം വേണ്ടി വരും ഒരു മീറ്റർ വാട്ടർ ട്രാൻസ്പോർട്ടേഷന്. പിന്നീട് അങ്ങോട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഈ പറയുന്ന ഡിഫ്യൂഷൻ അത്ര ഈസി ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരു മീറ്റർ ഡിസ്റ്റൻസ് ഈ വെള്ളം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ ദ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് ദ വാട്ടർ. പിന്നെ എന്ത് തരത്തിലാണ് വാട്ടർ മൂവ് ചെയ്യാൻ കഴിയുന്നത്? വാട്ടർ പ്ലാന്റ്സിൽ മൂവ് ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിന് വേണ്ടി മൂവ് ചെയ്യുന്ന ബൾക്ക് ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ കൊണ്ടാണ് വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. ഈ മാസ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് അതിന്റെ ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അതിന്റെ ഒഴുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും അല്ലെ. അങ്ങനെ ഒരു മെക്കാനിസമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ 2 ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ്ലി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും നെഗറ്റീവ്ലി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമാണ്. അപ്പോൾ മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ സിസ്റ്റം ആണ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ നടക്കുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ടു ലോവർ കോൺസെൻട്രേഷൻ ഹൗ ദ പാർട്ടിക്കിൾസ് ആർ മൂവിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഡാമൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഡാമിനകത്ത് ഒരുപാട് വെള്ളമുണ്ട്. അത് പെട്ടെന്ന് ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എത്ര ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. ആ ഒരു മെക്കാനിസം അല്ലെങ്കിൽ എങ്ങനെയാണ് റിവറിൽ വെള്ളം ഒഴുകുന്നത് ആ ഒരു മെക്കാനിസം തന്നെയാണ് ഈ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്ലാന്റ്സിലെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന 2 ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്, ഒന്ന് നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. നമ്മൾ ഓൾറെഡി ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൽ പറഞ്ഞു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് നത്തിങ് ബട്ട് പുഷിംഗ് ഫോഴ്സ്. എന്തോ ഒന്ന് മേലേക്കൊരു പുഷിംഗ് മൂവ്മെന്റ് കൊടുക്കുന്നതിനാണ് പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയാം. നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്ന പുള്ളിംഗ് ഫോഴ്സ് ആണ്, അതായത് സക്കിംഗ് പ്രഷർ. അതായത് എന്തോ ഒന്ന് മേലേക്ക് ഈ വാട്ടറിനെ വലിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഗാർഡൻ ഹോസിൽ കൂടെ വെള്ളം പാസ് ചെയ്യുന്നത് പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വഴിയാണ്. അതേപോലെ തന്നെ സ്ട്രോ ഇട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ സക്ഷൻ അത് നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് കേട്ടോ.
Now we will see a bulk movement of this water. It is or bulk movement of substance through the conducting tissues of the plant, that is called as the translocation. അതിനെയാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു റൂട്ടിന്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് പഠിച്ച് നമ്മൾ ഓർമ്മയില്ലേ, അനാട്ടമിയിൽ നമ്മൾ പറയുന്നുണ്ട് സ്റ്റഡിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് റൂട്ട്, സ്റ്റെം, ലീവ്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് സ്റ്റഡിങ് ദ വാസ്കുലാർ സിസ്റ്റം. വാസ്കുലാർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. വാസ്കുലാർ ടിഷ്യൂവിൽ ഏതൊക്കെയുള്ളത്? സൈലവും ഫ്ലോയും ആണുള്ളത് അല്ലെ. സൈലം ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് സൈലം വാട്ടറിന്റെയും മിനറൽസിന്റെയും ട്രാൻസ്ലൊക്കേഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞാലും ഈ മിനറൽസിന്റെയും വാട്ടറിന്റെയും മാത്രം ട്രാൻസ്ലൊക്കേഷൻ അല്ല നടക്കുന്ന സൈലം വഴി. കാരണം എന്താണെന്ന് വെച്ചാൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്കൂടെ എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസും നടക്കുന്നത് കൊണ്ട് ചില ഓർഗാനിക് സബ്സ്റ്റൻസസും സൈലം വഴി പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം സൈലം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ കണ്ടക്ടിങ് ദ മേജർലി വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ടിങ് സർട്ടൻ ഓർഗാനിക് സബ്സ്റ്റൻസസ് ആൻഡ് ഹോർമോൺസ്. ഹോർമോൺസിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് നൈട്രജൻ ഒക്കെയാണ് ഈ സൈലം വഴി കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് അമിനോ ആസിഡ് പോലത്തെ സബ്സ്റ്റൻസസ് അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സൈലത്തിൽ കൂടെയുള്ള ഈ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എപ്പോഴും യൂണി ഡയറക്ഷണൽ മൂവ്മെന്റ് ആയിരിക്കും. കാരണം എന്താ, ഇത് സൈലത്തിൽ കൂടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാന്ന് പറയുന്നത് വെള്ളത്തിന് എപ്പോഴും ആവശ്യം വരുന്ന ലീഫിലേക്കാണ്. വെള്ളം എപ്പോഴും വലിച്ചെടുക്കുന്ന എവിടെ നിന്നാണ്? റൂട്ടിൽ നിന്നാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. അതല്ലാതെ ലീഫിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല അല്ലെ. നമ്മൾ ഒരു പ്ലാന്റ് നനയ്ക്കുമ്പോൾ എപ്പോഴും ലീഫല്ല നനച്ചു കൊടുക്കുന്നത്, നമ്മൾ അതിന്റെ റൂട്ടിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നിലത്ത് സോയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അവിടെ നിന്നാണ് വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് വെള്ളം മൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ പല ഡയറക്ഷനിൽ ഇതിന്റെ മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് കറക്റ്റ് പൊസിഷനിൽ എത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സൈലം ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ യൂണി ഡയറക്ഷണൽ ഫ്ലോ ആൻഡ് ഫ്ലോയം it will help in conducting the organic substances or organic food from the source to sink. സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഓർഗാനിക് സബ്സ്റ്റൻസസ് സിന്തസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അവിടുന്ന് എവിടെയാണോ അതിന് റിക്വയർമെന്റ് ഉള്ളത് അങ്ങോട്ടേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നതിനാണ് സോഴ്സ് ടു സിങ്ക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ ലീഫിൽ സിന്തസൈസ് ചെയ്ത് വെച്ചേക്കുന്ന സൂക്രോസിനെ പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നതാവാം. അതേപോലെ തന്നെ ഇപ്പോൾ ലീവ്സ് ഇല്ലാത്ത കേസിൽ ഒരു പ്ലാന്റിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്താണെങ്കിൽ അതിന്റെ സ്റ്റോറേജ് ഫുഡ് ചിലപ്പോൾ അത് കോട്ടിലിഡന്റെ ഉള്ളിലാവാം, ചിലപ്പോൾ അതിന്റെ ഫ്രൂട്ടിന്റെ ഉള്ളിലാവാം, ചിലപ്പോൾ അതിന്റെ റൂട്ടിലാവാം, ചിലപ്പോൾ അതിന്റെ സ്റ്റെമ്മിലാവാം. അവിടെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ്. എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പൊട്ടറ്റോന്റെ സ്റ്റെമ്മിലാണ് അതിന്റെ ഫുഡ് സ്റ്റോറേജ് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് അതിന്റെ സ്റ്റെം വന്നിട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കണം. എവിടെയൊക്കെ അതിന് ഗ്രോത്ത് ഉണ്ടോ ആ ഭാഗങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യിപ്പിക്കേണ്ടി വരും. അതുപോലെ മിനറൽസിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് യങ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സിലാണ്. അതായത് അതിന്റെ ഡെവലപ്പിംഗ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സിലാണ് ഈ മിനറൽസിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ മിനറൽസും വാട്ടറും യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണെങ്കിൽ ഫ്ലോയത്തിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓർഗാനിക് സബ്സ്റ്റൻസ് ബൈ ഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കും. ബിക്കോസ് സോഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്യുന്ന സ്ഥലമായിരിക്കാം, ചിലപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലമായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീറ്റ് എക്സാമിന് ചോദിക്കാറുള്ള ഒരു പോർഷനാണ് അത്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന സോയിലിൽ നിന്നാണ് അല്ലേ. ഏത് തരത്തിലുള്ള വാട്ടറൊക്കെയാണ് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് ഏതൊക്കെ തരത്തിലുള്ള വാട്ടർ ഉണ്ട് സോയിലിൽ നോക്കാം. ഒന്ന് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് സോയിലിൽ വളരെ ഡീപ്പായിട്ട് കാണുന്ന വാട്ടറിനെയാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ആ ഗ്രൗണ്ട് വാട്ടറിന്റെ മേലെ ലെവലിലുള്ള വാട്ടറിന് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയും. അതായത് നമ്മൾ കിണറൊക്കെ കുഴിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ ഗ്രൗണ്ട് വാട്ടറിന്റെ മേലത്തെ തട്ടി കിടക്കുന്ന വെള്ളമാണ് നമുക്ക് പമ്പ് കൊണ്ട് പമ്പ് ചെയ്യാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കോരിയെടുക്കാൻ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഇതുണ്ടാവുന്നത് ഗ്രാവിറ്റി കൊണ്ട് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന വെള്ളം താഴേക്ക് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഈ വാട്ടർ ടേബിളിലുള്ള വെള്ളവും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറൊന്നും പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സിന് വെള്ളം അബ്സോർബ് ചെയ്യുന്ന റൂട്ട് ഹെയർ ആണ്. ഈ റൂട്ട് ഹെയറിൽ പ്ലാന്റ്സ് വെള്ളം അബ്സോർബ് ചെയ്യണമെങ്കിൽ, പ്ലാന്റ്സിൽ റൂട്ട് ഹെയറിൽ വെള്ളം അബ്സോർബ് ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ ATP മോളിക്യൂൾസ് ഉണ്ടാവണം. ATP മോളിക്യൂൾസ് എഫിഷ്യൻ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ. അപ്പോൾ ആ ഓക്സിജൻ അത്രയും താഴത്തേക്ക് ഇറങ്ങിയൊന്നും കാണില്ല. അതായത് സോയിലിൽ ഓക്സിജൻ ഇല്ലാത്ത ഭാഗമായിരിക്കും ഈ പറയുന്ന വാട്ടർ ടേബിളിൻ്റെയും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറൊക്കെ കാണുന്ന റീജിയൻ. അതുകൊണ്ട് തന്നെ സാധാരണ പ്ലാന്റ്സിന് അവിടെ വളരാൻ കഴിയാറില്ല. അവിടെ വളരുന്ന പ്ലാന്റിന് പറയുന്ന പേരാണ് ഫ്രിയാറ്റോഫൈറ്റ്.
PHREATOPHYTES, ഫ്രിയാറ്റോഫൈസ്, PHREATOPHYTES. ഇങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ കേസിൽ അവരുടെ റൂട്ട് ഒരുപാട് താഴത്തേക്ക് ഇറങ്ങിപ്പോവുകയും അവർ ആ വാട്ടർ ടേബിളിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും താഴെയുള്ള ഒരു കിണർ കുഴിക്കുന്ന അത്രയും താഴത്തേക്ക് അതിൻ്റെ വേര് ഇറക്കി വിട്ട് അവിടെ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഈ തരത്തിലുള്ള പ്ലാന്റ്സിനുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വാട്ടർ ഈസ് കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സോയിലിൻ്റെയൊക്കെ മൈക്രോ പോറിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വാട്ടറാണ് കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. ഈ കാപ്പിലറി വാട്ടറിന് എപ്പോഴും ഒരു കാപ്പിലാരിറ്റി ഉണ്ട്. എന്താ കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്? ചെറിയ ചെറിയ പോഴ്സിൻ്റെ ഉള്ളിൽ കൂടെ മേലേക്ക് കയറി വരാൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കയറി വരാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പിലറി വാട്ടറാണ് പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 75% ഓഫ് കാപ്പിലറി വാട്ടറും പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യത്തക്ക രീതിയിലാണ് നിൽക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോളാം കേട്ടോ. ഗ്രാവിറ്റേഷണൽ വാട്ടർ ആണ് അടുത്ത തരത്തിലുള്ള വാട്ടർ എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത് ആ മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളം അല്ലെങ്കിൽ മണ്ണിലേക്ക് പോകുന്ന വെള്ളം അത് ഡീപ്പ് സോയിലിലേക്ക് ഗ്രൗണ്ട് വാട്ടറുമായിട്ട് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് വാട്ടറിലേക്ക് ഒഴുകി പോകുന്ന അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ അല്ലെങ്കിൽ പെർക്കുലേറ്റിംഗ് വാട്ടർ എന്ന് പറയുന്നത്. ഇത് ഗ്രാവിറ്റേഷണൽ വാട്ടറിനോട് അക്കോർഡിംഗ് ടു ദാറ്റ് ഇറ്റ് വിൽ മൂവ്. കാപ്പിലറി വാട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ട് മൂവ് ചെയ്യുകയും അത് മൈക്രോ പോഴ്സ് ഓഫ് ദ സോയിലിൽ കാണുകയും ചെയ്യുന്നതിനാണ് നമ്മൾ കാപ്പിലറി വാട്ടർ എന്ന് പറയുന്നത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? നെക്സ്റ്റ് വൺ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത് സോയിലിനകത്ത് ഹൈഡ്രോകൊളോയിഡ് ആയിട്ടുള്ള സോയിലിനകത്ത് അബ്സോർബ് ചെയ്ത് വെക്കുന്ന വെള്ളമാണ്. ഇതും നമുക്ക് പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ളതല്ല. ഗ്രാവിറ്റേഷണൽ വാട്ടറും പ്ലാന്റ്സിന് അവൈലബിൾ അല്ല, ഹൈഗ്രോസ്കോപ്പിക് വാട്ടറും പ്ലാന്റ്സിന് അവൈലബിൾ അല്ല. ഇനിയുള്ളത് കമ്പൈൻഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. കമ്പൈൻഡ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ സോയിലിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് കാണുന്നതാണ്. ഇതും എന്തിന് അവൈലബിൾ അല്ല? പ്ലാന്റ്സിന് അവൈലബിൾ അല്ല. അതുപോലെ പിന്നെ ഉള്ളത് വാട്ടർ വേപ്പേഴ്സ് ആണ്. വാട്ടർ വേപ്പേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ളതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സോയിലിൻ്റെ തൊട്ട് മേലെ കാണുന്നതാണ് വാട്ടർ വേപ്പർ. അത് റൂട്ടുമായിട്ട് കോൺടാക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വാട്ടർ വേപ്പേഴ്സ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്സ് എന്ന് പറയാം. ഇവിടെ കാപ്പിലറി വാട്ടർ 75% മാത്രമാണ് പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്താൽ വരുന്ന വെള്ളം അത് റൺ-അവേ വാട്ടർ അല്ലെങ്കിൽ റൺ ഓഫ് വാട്ടർ ഉണ്ട്, കുറേ ഒഴുകി പോകും. അതിനെയാണ് നമ്മൾ റൺ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. കുറേ സോയിലിൽ തന്നെ തങ്ങി നിൽക്കും. ആ തങ്ങി നിൽക്കാൻ ആ സോയിലിൻ്റെ എത്രമാത്രം തങ്ങി നിർത്താൻ കഴിയുമോ അതാണ് ആ സോയിലിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫീൽഡ് കപ്പാസിറ്റി ഏകദേശം 25 to 35% ഫീൽഡ് കപ്പാസിറ്റി ഉള്ള മണ്ണാണ് നമുക്ക് എപ്പോഴും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള, അതായത് പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സോയിൽ എന്ന് പറയുന്നത് ലോമി സോയിലാണ് അല്ലെങ്കിൽ ലോം സോയിൽ എന്ന് പറയും. LOAMSOIL, ലോം സോയിൽ. ഈ ലോം സോയിലിനകത്ത് 25 to 35% വാട്ടർ ഡിസോൾവ് ആയിട്ടുണ്ടാവും അതിൻ്റെ മൈക്രോപോറിൻ്റെ ഇടയ്ക്ക്. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീൽഡ് കപ്പാസിറ്റി ഉള്ള സോയിൽ എന്ന് പറയുന്നത്. ഇനി ഫീൽഡ് കപ്പാസിറ്റിനെയും കവിഞ്ഞ് ഗ്രാവിറ്റേഷണൽ വാട്ടർ ഇങ്ങനെ മാക്സിമം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് മഴ പെയ്തു എന്നിരിക്കട്ടെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ ഒഴുകി പോയിട്ടും ഫീൽഡ് കപ്പാസിറ്റിക്ക് മേലെ സോയിലിൻ്റെ ഉള്ളിൽ വെള്ളം തങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവും? സോയിലിൻ്റെ ഉള്ളിൽ ഫുള്ള് വാട്ടർ കൊണ്ട് സാച്ചുറേറ്റ് ആയിപ്പോയി. അതിൻ്റെ ഇടയിലേക്ക് എന്ത് പെനട്രേറ്റ് ചെയ്യില്ല? ഓക്സിജൻ പെനട്രേറ്റ് ചെയ്യില്ല. അതൊരിക്കലും വാട്ടറിന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മണ്ണായിരിക്കില്ല. കാരണം പ്ലാന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മണ്ണായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യണമെങ്കിൽ അവിടെ ഓക്സിജൻ ഉള്ള മണ്ണിൽ നിന്ന് മാത്രമാണ് പ്ലാന്റ്സിന് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് അത് റെസ്പിറേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ATP മോളിക്യൂൾ ഉണ്ടാകുന്നത്. ആ ATP മോളിക്യൂളാണ് ഇതിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ which is present in the സോയിൽ എന്ന് പറയുന്നത്. ഒന്ന് ഗ്രൗണ്ട് വാട്ടറാണ്, അതേപോലെ തന്നെ വാട്ടർ ടേബിൾ ഉണ്ട്, കാപ്പിലറി വാട്ടർ ഉണ്ട്, ഗ്രാവിറ്റേഷണൽ വാട്ടർ ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ഉണ്ട്, കമ്പൈൻഡ് വാട്ടർ ഉണ്ട്, അതുപോലെ വാട്ടർ വേപ്പേഴ്സ്, പിന്നെ റൺ-അവേ വാട്ടർ അല്ലെങ്കിൽ റൺ ഓഫ് വാട്ടർ, പിന്നെ വാട്ടർ ലോഗിങ് എന്താണ്, ഫീൽഡ് കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ടർ ലോഗിങ് ഒക്കെ നടന്ന മണ്ണിൽ കൊണ്ടുപോയിട്ട് നമ്മൾ
ഒരു പ്ലാന്റിനെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ ഡെഫിഷ്യൻസി ഉള്ള ഏരിയയിൽ അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷനിൽ നമ്മളൊരു പ്ലാന്റിനെ നട്ടാൽ അത് എങ്ങനെ ഉണങ്ങിപ്പോവും അതേപോലെ തന്നെ ഇതും ഉണങ്ങിപ്പോവും കേട്ടോ. വിൽട്ടിങ് നടക്കും, പ്ലാന്റിന് വിൽട്ടിങ് നടക്കും. അതേപോലെ ഈ പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറും അതുപോലെ പ്ലാന്റ്സിന് അവൈലബിൾ അല്ലാത്ത വെള്ളവും ടോട്ടൽ വെള്ളം സോയിലുള്ളതിനെയൊക്കെ ഓരോ ടേം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കി വെച്ചോളാം. ഹൊളാഡ് എന്ന് പറഞ്ഞാൽ HOLARD. ഹൊളാഡ് എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് വാട്ടർ വിച്ച് is present in the soil is called as hollard. ഏറ്റവും കംപ്ലീറ്റ് വാട്ടർ, അതായത് സോയിലിൽ കാണുന്ന മുഴുവൻ വാട്ടറിനെയും കൂടിയിട്ടാണ് നമ്മൾ ഹൊളാഡ് എന്ന് പറയാം. അതുപോലെ ചെസാഡ് എന്ന് പറഞ്ഞാൽ 75% കാപ്പിലറി വാട്ടർ വിച്ച് ഇസ് അവൈലബിൾ ടു പ്ലാന്റ് ഗ്രോത്ത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ചെസാഡ് എന്ന് പറയുന്നത് 75% കാപ്പിലറി വാട്ടറിനെ മാത്രമാണ് നമ്മൾ ചെസാഡ് എന്ന് പറയാം. എക്കാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വാട്ടർ, ഹൊളാഡ് -75% കാപ്പിലറി വാട്ടർ, അതായത് ഭൂമിയിലുള്ള അല്ലെങ്കിൽ സോയിലിൽ മിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോയിലിലുള്ള കംപ്ലീറ്റ് വാട്ടർ മൈനസ് the capillary water which is available to plant, that is called as ECHARD. ECHARD. ഹൊളാഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വാട്ടറും ചെസാഡ് എന്ന് പറഞ്ഞാൽ വാട്ടറിന് പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള 75% കാപ്പിലറി വാട്ടറും എക്കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറും അതുപോലെ കാപ്പിലറി വാട്ടറിൻ്റെ 25%, ഗ്രാവിറ്റേഷണൽ വാട്ടറും ഹൈഗ്രോസ്കോപ്പിക് വാട്ടറും കമ്പൈൻഡ് വാട്ടറും വാട്ടർ വേപ്പേഴ്സും ഇതൊക്കെയും കൂടി കൂടിയിട്ടാണ് എന്ത് പറയാം, എക്കാർഡ് എന്ന് പറയാം. അതായത് അൺഅവൈലബിൾ വാട്ടർ ടു ദ പ്ലാന്റ്സ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ soil, that is called as ECHARD. Okay, ECHARD. Okay, this is all about the different types of water present in the soil. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള കാപ്പിലറി വാട്ടർ ആണ് പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ. ഫീൽഡ് കപ്പാസിറ്റി ചോദിക്കാറുണ്ട്. ലോമി സോയിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാട്ടർ ലോം സോയിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫീൽഡ് കപ്പാസിറ്റി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. 25 to 35% വാട്ടർ ക്യാൻ ബി പ്രസന്റ് ഇൻ ദ മൈക്രോപോർ ഓഫ് ദിസ് ലോം സോയിൽ. വാട്ടർ ലോഗിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാട്ടർ ലോഗിങ് നടന്നാൽ എന്താണ് ഒരു പ്ലാന്റിന് സംഭവിക്കുന്നത്? പ്ലാന്റ് ഡ്രൈ കണ്ടീഷനിൽ വളരുന്ന പോലെ അവർ വിൽട്ടിങ് നടക്കും. വിൽട്ടിങ് നടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ ചുരുട്ടുകൂടി പോകും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ്സ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ആ പ്ലാന്റ്സിലെ റൂട്ട് ഹെയറിൻ്റെ അനാട്ടമി നമുക്കൊന്ന് നോക്കാം. റൂട്ടിൻ്റെ അനാട്ടമി പറയുമ്പോൾ നമുക്കറിയാം എപ്പിഡെർമൽ സെൽസ് അല്ലെങ്കിൽ എപ്പിബ്ലെമ വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ ഔട്ടർ ലെയർ ദാറ്റ് വിൽ അണ്ടർഗോ എക്സ്റ്റൻഷൻ ഇൻ ദ ഫോം ഓഫ് റൂട്ട് ഹെയർ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. റൂട്ട് ഹെയർ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്. ഈ റൂട്ട് ഹെയർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് സർഫസ് ഏരിയ. ഈ റൂട്ട് ഹെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ കുറേ അയോൺ പമ്പ്സ് ഉണ്ട്. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് അതിന്റെ കോർട്ടെക്സ് ആണ്. കോർട്ടെക്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള? റൂട്ടിന്റെ പാരൻകൈമ ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇന്റർ സെല്ലുലാർ സ്പേസോട് കൂടിയ റീജിയൻ ആണ് റൂട്ടിന്റെ കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെയർ എന്താണ്? എൻഡോഡെർമിസ് ആണ്. റൂട്ടിലെ ഹൈപ്പോഡെർമിസ്, ജനറൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഡിവിഷൻ ഇല്ല അല്ലെ. അതിനകത്ത് ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമാറ്റ സെൽസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ എൻഡോഡെർമിസ് റീജിയൻ ആണ്. എൻഡോഡെർമിസ് റീജിയനിൽ എന്തുണ്ട്? കാസ്പേറിയൻ സ്ട്രിപ്പ് ഉണ്ട്. എന്താ കാസ്പേറിയൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സുബറിൻ ഡെപ്പോസിറ്റ് വിച്ച് ഇസ് പ്രസന്റ് ദ എൻഡോഡെർമിസ് റീജിയൻ ഓഫ് ദ റൂട്ട്. റൂട്ടിന്റെ എൻഡോഡെർമിസ് റീജിയനിൽ സുബറിൻ ഡെപ്പോസിറ്റ് ആയിട്ടാണ് കാസ്പേറിയൻ സ്ട്രിപ്പ് ഉള്ളത്. അത് വാട്ടറിന് ഇംപെർമിയബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റീൽ റീജിയൻ കാണാം. ഈ സ്റ്റീൽ റീജിയനിൽ ഔട്ടർ പോർഷനായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? പെരിസൈക്കിളാണ്. പെരിസൈക്കിൾ പാരൻകൈമ ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും സൈലം അറേഞ്ച്ഡ് ഇൻ ദ എക്സാർക്ക് മാനർ. എക്സാർക്ക് മാനർ എന്ന് പറയുന്നത് എന്താ? പ്രോട്ടോസൈലം ടുവേഴ്സ് ദ പെരിഫറി, മെറ്റാസൈലം ടുവേഴ്സ് ദ സെന്റർ. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് അബ്സോർബ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ എൻഡോഡെർമിസിലെ കുറച്ച് പെക്യൂലിയാരിറ്റിയും കൂടെ പറയാനുണ്ട് കേട്ടോ. വാട്ടർ അബ്സോർപ്ഷൻ സാധാരണ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എപ്പോപ്ലാസ് പാത്വേയും സിംപ്ലാസ് പാത്വേയും വഴിയാണ്. ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ മിനറൽ അബ്സോർപ്ഷനും കൂടി പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഏകദേശം ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് ആ മിനറൽ അബ്സോർപ്ഷനും കൂടി പറഞ്ഞാലേ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ കേട്ടോ. വാട്ടർ അബ്സോർപ്ഷൻ പ്ലാന്റ്സിൽ എപ്പോഴും നടക്കുന്ന ഡിഫ്യൂഷൻ വഴി തന്നെയാണ്, ഓസ്മോസിസ് വഴി തന്നെയാണ് വാട്ടർ അബ്സോർപ്ഷൻ പ്ലാന്റ്സിൽ എപ്പോഴും നടക്കുക. അതെങ്ങനെയാണ് വാട്ടർ അബ്സോർപ്ഷൻ ഓസ്മോസിസ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മാത്രമായിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, സി ഹിയർ പ്ലാന്റ്സിനെ നമ്മൾ നോക്കിയാൽ പ്ലാന്റ്സിൽ കാണുന്ന വെള്ളത്തിന്റെ അത്രയും മാത്രമാണോ? അത്രയും വെള്ളം സോയിൽ ഉണ്ടാവോ? ഇല്ല അല്ലേ. ഡ്രൈ ആയിട്ട് കിടക്കുന്ന സോയിലും പ്ലാന്റ്സ് ഈസി ആയിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന കാണാം. എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ കണ്ടീഷൻ പ്ലാന്റ്സിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ ഫോർ വാട്ടർ ക്യാൻ ബി മെയ്ഡ് ഇൻ ബിറ്റ്വീൻ ദ സോയിൽ ആൻഡ് റൂട്ട് ഹെയർ.
അല്ലെ, റൂട്ട് ഹെയറിൻ്റെ സോയിലിൻ്റെ ഇടയ്ക്ക് വാട്ടറിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും സോയിലിനെ വെച്ച്. അങ്ങനെ വരാൻ പാടില്ല. പ്ലാന്റ്സിൽ ആ റൂട്ടിൻ്റെ ഹെയറിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യുന്ന റീജിയനിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാക്കണം. എന്നാൽ മാത്രമാണ് ഈസി ആയിട്ട് വെള്ളം ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ സോയിലിൽ നിന്ന് അത് ഡിഫ്യൂസ് ചെയ്ത് ഉള്ളിൽ കയറുള്ളൂ. ഓക്കെ, സോ ഹിയർ വി വിൽ സീ വാട്ട് മെക്കാനിസം ഇറ്റ് വിൽ വർക്ക് ഹിയർ. നമുക്കറിയാം റൂട്ട് ഹെയറിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി എന്താണ്, അവിടെ കുറേ അയോൺ പമ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മുടെ സോയിലിനകത്ത് മിനറൽസ് കാണുന്നത് എങ്ങനെയാണ്, മിനറൽ അയോൺസ് ആയിട്ടാണ്. ഈ മിനറൽ അയോൺസിനെ പമ്പ് ചെയ്യാനുള്ള അയോൺ പമ്പ്സ് എവിടെയുണ്ട്, റൂട്ട് ഹെയറിലുണ്ട്. അപ്പോൾ ഈ റൂട്ട് ഹെയറിലിരിക്കുന്ന അയോൺ പമ്പ്സ് ദാറ്റ് വിൽ യൂസ് ATP മോളിക്യൂൾ യൂസ് ചെയ്ത് എനർജി യൂസ് ചെയ്ത് മിനറൽസ് സോയിലിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങോട്ട്, റൂട്ട് ഹെയറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ റൂട്ട് ഹെയറിൻ്റെ ഉള്ളിൽ ഈ അയോണിക് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിട്ട് വരും. അയോണിക് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിട്ട് വരുമ്പോൾ അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ വി ആർ മേക്കിംഗ് എ ഡ്രൈ കണ്ടീഷൻ ഇൻസൈഡ് ദ റൂട്ട് ഹെയർ ബൈ ആക്റ്റീവ്ലി പമ്പിംഗ് ദ മിനറൽ അയോൺസ് ഫ്രം ദ സോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ATP മോളിക്യൂൾ യൂസ് ചെയ്തിട്ട് കുറേ മിനറൽ അയോൺസ് റൂട്ട് ഹെയറിലേക്ക് പമ്പ് ചെയ്ത് നമ്മളൊരു ഡ്രൈ കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ റൂട്ട് ഹെയർ ഇറ്റ് വിൽ ബി സ്റ്റാർവിങ് ഫോർ ദ വാട്ടർ. നമ്മളിപ്പോൾ ഒരുപാട് ഡ്രൈ ഫുഡ് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയ്യോ കുറേ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു, നമ്മൾ തേടി പിടിച്ച് വെള്ളം എടുത്ത് കുടിക്കുക അല്ലേ. അതേപോലെ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ കേസിലും. അവിടെ ഒരു ഡ്രൈ കണ്ടീഷൻ ഈ അയോൺ പമ്പ്സ് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ആ ഡ്രൈ കണ്ടീഷൻ ദാറ്റ് വിൽ അബ്സോർബ് ദ വാട്ടർ ഓർ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡിഫ്യൂസിങ് ദ വാട്ടർ ഫ്രം ദ സോയിൽ even though the soil has less amount of water as compared to the പ്ലാന്റിനെ അപേക്ഷിച്ച് സോയിലിൽ വെള്ളം കുറവാണെങ്കിൽ പോലും നമ്മൾ ആ വെള്ളത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ യൂസിങ് ATP മോളിക്യൂൾ. ഇപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായോ, റെസ്പിറേഷൻ റൂട്ടിൽ റെസ്പിറേഷൻ നടക്കുന്ന അയോണിൻ്റെ പമ്പിങ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അയോൺസ് പമ്പ് ചെയ്താൽ മാത്രമാണ് വെള്ളത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. കാരണം വെള്ളം എപ്പോഴും അബ്സോർബ് ചെയ്യുന്നത് പാസീവ് ട്രാൻസ്പോർട്ട് വഴി തന്നെയാണ്, ഡിഫ്യൂഷൻ വഴി തന്നെയാണ് വെള്ളം ഉള്ളിൽ കയറുന്നത്. അല്ലാതെ ഒരിക്കലും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി അല്ലെങ്കിൽ പമ്പിങ് വഴി വെള്ളം ഒരിക്കലും എന്തിനകത്തേക്ക് പമ്പ് ചെയ്യുന്നില്ല, റൂട്ടിലേക്ക് പമ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് മച്ച് ലെറ്റ് ഇറ്റ് ബി ദെയർ ഇൻ യുവർ മൈൻഡ്. ഇനി നമ്മൾ നോക്കാം, ഈ വെള്ളം ഇതിൻ്റെ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, റൂട്ടിൻ്റെ ഫസ്റ്റ് റൂട്ട് ഹെയറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വിൽ ബി പാസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ സെൽസ് ഓഫ് ദ കോർട്ടെക്സ് സെൽസിൻ്റെ കോർട്ടെക്സിലിരിക്കുന്ന പാരൻകൈമ സെൽസിൻ്റെ ഇടയിൽ കൂടെ ഇത് പാസ് ചെയ്യും. കണ്ടോ, എപ്പിഡെർമിസിൻ്റെ ഉള്ളിലേക്ക് ഇത് പാസ് ചെയ്യുന്നുണ്ട്. എപ്പിഡെർമിസിൻ്റെ ഉള്ളിലേക്ക് ഇത് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സി ദിസ് വാട്ടർ ഇറ്റ് വിൽ ബി എൻറ്റേർഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ ഓഫ് ദ സെൽസ് പ്രസൻറ്റ് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ. കോർട്ടെക്സ് റീജിയനിൽ ഇരിക്കുന്ന പാരൻകൈമ ടിഷ്യൂസിൻ്റെ ഇടയ്ക്ക് കൂടെ, അതായത് അതിൻ്റെ സെൽ വോളിൻ്റെയും സെൽ മെമ്പറിൻ്റെയും ഇടയിൽ കൂടെയുള്ള ഗ്യാപ്പ് വഴി വെള്ളം പാസ് ചെയ്യും. കാരണം എന്താ, അത് കൺജസ്റ്റഡ് ആയിട്ടല്ല അറേഞ്ച് ചെയ്തേക്കുന്നത്, ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് ആണ് അല്ലേ. അപ്പോൾ ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളത്തിന് പാസ് ചെയ്യാം. ആ തരത്തിൽ വെള്ളം പാസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി മൂവിങ് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ആ വെള്ളം വേഗം ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. കാരണം എന്താ, ഇവിടെ ഈ വെള്ളം അയോൺസ് ഇങ്ങനെ പമ്പ് ചെയ്ത് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വെള്ളം ഇങ്ങനെ വേഗം ഡിഫ്യൂസ് ചെയ്ത് ഉള്ളിൽ കയറി പോരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ റൂട്ട് ഹെയറിൽ കൂടുതലായിരിക്കും. പക്ഷേ കോർട്ടെക്സ് റീജിയനിൽ ഇങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കോർട്ടെക്സ് റീജിയനിലേക്ക്, കുറവുള്ളിടത്തിലേക്ക് വെള്ളം വേഗം ഡിഫ്യൂസ് ചെയ്ത് എൻ്റർ ചെയ്യും. ദെൻ ആഫ്റ്റർ ക്രോസിംഗ് ദ കോർട്ടെക്സ് റീജിയൻ ബൈ എപ്പോപ്ലാസ് പാത്വേ, അതിനെയാണ് നമ്മൾ എപ്പോപ്ലാസ് പാത്വേ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു റീച്ച് ടു എൻഡോഡെർമിസിൻ്റെ അങ്ങോട്ടേക്ക് എത്തും. എൻഡോഡെർമിസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ എൻഡോഡെർമിസ് എല്ലാം കവർ ചെയ്തിട്ട് എന്തുണ്ട്, ദ കാസ്പേറിയൻ സ്ട്രിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ സുബറിൻ ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലേ. ഈ കാസ്പേറിയൻ സ്ട്രിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിന് ഒരിക്കലും സെൽ വോളിൻ്റെയും സെൽ മെമ്പറിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അത് കംപ്ലീറ്റ് ലിഗ്നിൻ്റെയും അതുപോലെ ഇതിൻ്റെ സുബറിൻ്റെ ഒക്കെ ഡെപ്പോസിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ കാസ്പേറിയൻ സ്ട്രിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എൻഡോഡെർമിസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എൻഡോഡെർമിസിൻ്റെ ചില സെൽസ് ചില റീജിയനിൽ, അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ, വെള്ളം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എൻഡോഡെർമിസിൻ്റെ ചുറ്റും ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കാൻ തുടങ്ങി ഏതിൽ കൂടെ വെള്ളത്തിന് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. കാരണം എന്താ, കോർട്ടെക്സ് റീജിയനിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരിക, അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വെള്ളം പാസ് ചെയ്യണം അല്ലേ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ അതിൽ കൂടെ ഒരു ഡയറക്ഷനും ഇല്ലാതെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഉണ്ട് എൻഡോഡെർമിസിൻ്റെ കുറച്ച് സെൽസ്, അവിടെ സുബറിൻ ഡെപ്പോസിറ്റ് ഇല്ലാത്ത സെൽസ് ഉണ്ട്, അതായത് കാസ്പേറിയൻ സ്ട്രിപ്പ് കാണാത്ത കുറച്ച് സെൽസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പാസേജ് സെൽസ്. അതിന് പറയുന്ന പേരെന്താണ്? പാസേജ് സെൽസ്. ഈ പാസേജ് സെൽസിൽ സുബറിൻ ഡെപ്പോസിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പാസേജ് സെൽസിൻ്റെ ഉള്ളിലേക്ക് എന്ത് കയറും? വെള്ളം കയറും. പാസേജ് സെൽസിൻ്റെ ഉള്ളിലേക്ക് കയറാനേ പറ്റുള്ളൂ. കാരണം എന്താണ്? അവരുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എന്തുണ്ട്? കാസ്പേറിയൻ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സിംപ്ലാസ് മൂവ്മെൻറ്റ് വഴി വെള്ളം ഉള്ളിലേക്ക് കയറും. സിംപ്ലാസ് മൂവ്മെൻറ്റ് വഴി വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻഡോഡെർമിസ് പാസേജ് സെല്ലിരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ പ്രോട്ടോസൈലാണ്. പ്രോട്ടോസൈലത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരിയ്ക്കുക? ഈ പാസേജ് സെല്ല് ഇരിക്കുക. അപ്പോൾ എന്താവുമെന്ന് ചോദിച്ചാൽ എൻഡോഡെർമിസിൽ നിന്ന് ക്രോസ് ചെയ്ത് പെരിസൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത, പെരിസൈക്കിൾ ഒരു സിംഗിൾ ലെയറാണ് റൂട്ടിൻ്റെ കേസിൽ. പെരിസൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിസൈക്കിളിൽ നിന്ന് വെള്ളം എങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്ത് എൻ്റർ ചെയ്തോളും? സൈലം വെസലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തോളും. സൈലം വെസലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കുഴൽ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അത് നോൺ ലിവിങ് സെൽസ് ആണ് അല്ലേ? ട്രക്കീഡ്സും വെസൽസും അതുപോലെ തന്നെ സൈലം ഫൈബേഴ്സും നോൺ ലിവിങ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള? സൈലം പാരൻകൈമ മാത്രമാണ് ലിവിങ് ആയിട്ടുള്ളൂ സൈലം ടിഷ്യൂല. അപ്പോൾ സൈലത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അതൊരു വാട്ടർ കോളം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അത് എന്ത് മൂവ്മെൻറ്റ് വഴിയാണ് എൻ്റർ ചെയ്യുന്നത്? സിംപ്ലാസ്റ്റ് മൂവ്മെൻറ്റ് വഴിയാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ എപ്പോപ്ലാസ്റ്റ് മൂവ്മെൻറ്റ് വഴി അത് കോർട്ടെക്സ് ക്രോസ് ചെയ്ത് എൻഡോഡെർമിസ് വഴി സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് വഴി എൻഡോഡെർമിസ് വഴി അത് ക്രോസ് ചെയ്ത് പെരിസൈക്കിളിലെത്തി. പെരിസൈക്കിളിൽ നിന്ന് നേരെ അത് പ്രോട്ടോസൈലത്തിൻ്റെ വെസലിലേക്ക് എൻ്റർ ചെയ്ത് ഒരു വാട്ടർ കോളം ഉണ്ടാക്കും. അപ്പോൾ ആ വാട്ടർ എല്ലാം കൂടി ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് പോലെ ആയിരിക്കും ഇരിക്കുക അല്ലേ? അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താവും? ഈ വെള്ളം എല്ലാം കൂടി വരുന്നതുകൊണ്ട് ഒരു വാട്ടർ കോളം അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. ഈ വാട്ടർ കോളം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെവലപ്പ് ഫർദർ അപ്വേർഡ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വെള്ളം വലിച്ചെടുക്കുന്ന അനുസരിച്ച് അല്ലെങ്കിൽ വെള്ളം ഡിഫ്യൂസ് ചെയ്ത് ഉള്ളിൽ കയറുന്ന അനുസരിച്ച് ഈ വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതായത് വാട്ടറിൻ്റെ ഒരു പുഷ് മേലേക്ക് ഉണ്ടാവാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ റൂട്ട് പ്രഷർ എന്ന് പറയാം. അതിന് നമ്മൾ എന്ത് പറയാം? പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ റൂട്ട് പ്രഷർ എന്ന് പറയാം. ഇനി സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് നടത്തുന്നത് പ്ലാസ്മോഡെസ്മേറ്റ കണക്ഷൻ വഴിയാണ് കേട്ടോ. എന്താ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽ ഡിവിഷൻ്റെ സമയത്ത് പ്ലാന്റ് സെൽസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സെൽ ഓർഗനൽ ലൈക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലോ ഗോൾജി അപ്പാരറ്റസോ രണ്ട് സെല്ലിൻ്റെ ഇടയിലായി ട്രാപ്പ് ചെയ്ത് പോകുമ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു സൈറ്റോസ്കെലിറ്റൻ മാതിരി ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ബിറ്റ്വീൻ ദ ടു സെൽസ് മാതിരി ആക്ട് ചെയ്യും. അതിൽ കൂടെ എന്ത് പാസ് ചെയ്യാം? മോളിക്യൂൾസിനെ പാസ് ചെയ്യാൻ പറ്റും. അതാണ് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലാസ് മൂവ്മെൻറ്റിൽ പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ വഴി സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എൻ്റർ ചെയ്തതിന് ശേഷം മാത്രം ആണ് കണ്ടക്ടിങ് ടിഷ്യൂലേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോപ്ലാസ് മൂവ്മെൻറ്റ് കോർട്ടെക്സ് റീജിയനിലും സിംപ്ലാസ് മൂവ്മെൻറ്റ് എൻഡോഡെർമിസ് റീജിയനിലും നടന്നിട്ടാണ് വെള്ളം വന്നിട്ട് സൈലം വെസലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സൈലം വെസലിൽ കൂടെ വെള്ളം പാസ് ചെയ്യുന്നത് എപ്പോപ്ലാസ് മൂവ്മെൻറ്റ് വഴിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു നോൺ ലിവിങ് സെല്ലാണ്, ലിവിങ് സെല്ലല്ല. നോൺ ലിവിങ് സെല്ലിൽ കൂടെ വെള്ളം മൂവ് ചെയ്യുന്നത് രണ്ട് ഫോഴ്സ് കൊണ്ടാണ്. ഒന്ന് റൂട്ട് പ്രഷർ. റൂട്ട് പ്രഷർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. റൂട്ട് ഹെയറിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഡിഫ്യൂസ് ചെയ്ത് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു പ്രഷർ ഉണ്ടാവുകയും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വാട്ടർ മൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു കോളം ഡെവലപ്പ് ചെയ്യും വാസ്കുലാർ ടിഷ്യൂല് അല്ലെങ്കിൽ സൈലത്തിൻ്റെ ഉള്ളിൽ. അത് വെള്ളത്തിൻ്റെ ഒരു തള്ള് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ റൂട്ട് പ്രഷർ എന്ന് പറയാം. ആ റൂട്ട് പ്രഷറാണ് ഒരു കാരണം വെള്ളം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ റൂട്ട് പ്രഷർ കൊണ്ട് മാത്രമൊന്നും വലിയ ഹൈറ്റിലൊന്നും വെള്ളം മൂവ് ചെയ്യില്ല. വളരെ കുറഞ്ഞ ഹൈറ്റിൽ മാത്രമാണ് വെള്ളം റൂട്ട് പ്രഷർ കൊണ്ട് മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ദ നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയിട്ടുള്ള ട്രാൻസ്പിരേഷൻ പുള്ള് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്തിനു വേണ്ടിയിട്ട്? ദ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ഫാക്ടറാണ് എന്ത്? ഈ നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ സക്കിംഗ് പ്രഷർ ആയിട്ടുള്ള അല്ലെങ്കിൽ സക്ഷൻ പ്രഷർ ആയിട്ടുള്ള ട്രാൻസ്പിരേഷൻ പുൾ. എന്താണ് ട്രാൻസ്പിരേഷൻ പുൾ? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജനെ എടുക്കുകയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്തതിന് ശേഷം ഓക്സിജനെ പുറത്ത് കളയുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്പിരേഷൻ നടക്കുമ്പോൾ, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് ആ പ്രോസസ്സല്ല, ട്രാൻസ്പിരേഷൻ അതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന വാട്ടർ ലോസ് ഫ്രം ദ പ്ലാന്റ് ബോഡിയിൽ നിന്ന് വാട്ടർ ലോസ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയാം. അവിടെ വാട്ടർ ലോസ് ഉണ്ടാവാനുള്ള കാരണം ഈ സ്റ്റൊമേറ്റയുടെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പിരേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നോക്കിയാൽ ഒരു വലിച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ 1% മാത്രം ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ട്രാൻസ്പിരേഷൻ വഴി ലോസ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്പിരേഷൻ പുള്ള് വഴിയും ഈ വാട്ടറിൻ്റെ കണ്ടക്ഷൻ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ട്രാൻസ്പിരേഷൻ പുള്ള് വഴി നമുക്ക് വാട്ടറിൻ്റെ കണ്ടക്ഷൻ ഈസി ആയിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇനി നമുക്ക്
ഈ വാട്ടർ മൂവ്മെൻറ്റ് അപ്പേ പ്ലാന്റ് പഠിക്കുന്നതിന് മുമ്പ് റൂട്ട് പ്രഷറും ട്രാൻസ്പിരേഷൻ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് കാണാം ചില പ്ലാന്റ്സിൻ്റെ കേസിൽ വാട്ടറിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ചില മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഇൻ ബിറ്റ്വീൻ ദ ടു ഓർഗാനിസംസ് കാണാറുണ്ട്. അതായത് അഡീഷണൽ സ്ട്രക്ചർ പ്ലാന്റ്സിൻ്റെ വാട്ടറിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് കാണാറുണ്ട്. അതിലൊന്നാണ് മൈക്കോറൈസൽ അസോസിയേഷൻ. മൈക്കോറൈസൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സിംബിയോട്ടിക് അസോസിയേഷൻ ഓഫ് ദ ഫംഗസ് ആൻഡ് ഹയർ റൂട്ട് ഓഫ് പ്ലാന്റ്സ് ആണ്. ഫംഗസിൻ്റെ ഹയർ സിംബിയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസും ഹയർ റൂട്ട് ഓഫ് പ്ലാന്റ്സും അതിനെയാണ് നമ്മൾ മൈക്കോറൈസൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ഇത് വാട്ടറിൻ്റെയും അതുപോലെ ഫോസ്ഫറസിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ അബ്സോർപ്ഷന് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫംഗൽ ഫിലമെന്റ് വന്നിട്ട് വളരെ സർഫസ് ഏരിയ കൂട്ടിക്കൊടുക്കും, റൂട്ടിൻ്റെ സർഫസ് ഏരിയ കൂട്ടിക്കൊടുക്കും അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള. അതേപോലെ തന്നെ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ അബ്സോർബിങ് ദ മിനറൽസ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ടേക്കിംഗ് ദ വാട്ടർ ബൈ ഡിഫ്യൂഷൻ പ്രോസസ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ മൈക്കോറൈസൽ അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഫോസ്ഫേറ്റ് അയോൺസിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മിനറൽ അയോൺസിൻ്റെയും അതുപോലെ തന്നെ വാട്ടറിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില അസോസിയേറ്റഡ് ഓർഗാനിസംസ് ഉണ്ട്. അതാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. മൈക്കോറൈസ രണ്ട് തരത്തിലുണ്ട്, എക്ടോമൈക്കോറൈസ ഉണ്ട്, എൻഡോമൈക്കോറൈസ ഉണ്ട്. എക്ടോമൈക്കോറൈസ എന്ന് പറയുന്നത് ലയനാസ് പോലത്തെ പ്ലാന്റ്സിൽ ചില ജിംനോസ്പോമിൽ കാണുന്നതാണ് എക്ടോമൈക്കോറൈസ എന്ന് പറയുന്നത്. അതായത് ലൈനാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, വുഡി ക്ലൈംബേഴ്സ് ആണ്. നമ്മളിപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ തടിയുള്ള ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്ന ക്രീപ്പിംഗ് തരത്തിലുള്ള പ്ലാന്റ്സിനെ കാണാൻ പറ്റും. അവരൊക്കെ വേറെ മരത്തിൻ്റെ മേലെയാണ് അത് ക്ലൈംബ് ചെയ്ത് കാണുക. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ ലൈനാസ് എന്ന് പറയുക. ലൈനാസിലൊക്കെ നമ്മൾ എക്ടോമൈക്കോറൈസിനെ കാണാൻ പറ്റും. എക്ടോമൈക്കോറൈസ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫംഗസ് അതിൻ്റെ കോർട്ടെക്സ് റീജിയനിലായിരിക്കും വളരുക. അതായത് റൂട്ടിൻ്റെ കോർട്ടെക്സ് റീജിയനിൽ ഫംഗസ് വളരുന്നതിന് നമ്മൾ എക്ടോമൈക്കോറൈസ എന്ന് പറയും. എൻഡോമൈക്കോറൈസ എന്ന് പറയുന്നത് പൈനസിലൊക്കെ കാണുന്ന മൈക്കോറൈസൽ അസോസിയേഷനാണ്. പൈനസിലൊക്കെ അത് ഒബ്ലിഗേറ്ററി അസോസിയേഷനാണ് കേട്ടോ. പൈനസിൻ്റെയൊക്കെ സീഡ് മുളയ്ക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയും ആ സീഡ് പോലും ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ കേസിൽ മൈക്കോറൈസ കാണുന്നത് അതിൻ്റെ വാസ്കുലാർ ടിഷ്യൂലാണ്, അതായത് സൈലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അബ്സോർപ്ഷൻ നടക്കും. അതുകൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ, VAM പ്ലാന്റ്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. VAM പ്ലാന്റ്സ്, വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. ഓക്കെ, ആ തരത്തിലുള്ള അസോസിയേഷൻ നമുക്ക് എന്തിനകത്ത് കാണാൻ പറ്റും? പൈനസിനകത്ത് കാണാൻ പറ്റും. Okay, so here this pinus seeds it will not be able to germinate and establish without the presence of mycorrhizal association. ഇനി നമുക്ക് അടുത്ത സെഷനിൽ വാട്ടർ മൂവ്മെന്റ് അപ്പ് എ പ്ലാന്റ് നമുക്ക് പഠിക്കാം കേട്ടോ.